ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബൂട്ടീസാണ്. നമുക്കപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നാണ്. ഇത് നമ്മുടെ റൗണ്ട് 1. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ 3 പ്ലൈയുടെ 2 യാൺ ഒരുമിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് ഷൂസ് നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഭയങ്കര ലൂസായിരിക്കും. ഇതുപോലെ 3 പ്ലൈയുടെ 2 യാൺ ചേർത്ത് പിടിച്ച് ചെയ്യാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ചെയിൻ 10 + 3 അങ്ങനെ 13 ചെയിൻസ്. 1 2 3 4 5 6 7 8 9 10 + 3 11 12 13 ടോട്ടൽ 13 ചെയിൻസ് നമ്മൾ ചെയ്തെടുത്തു. ഇനി ഇവിടെ നിന്ന് ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ യാൺ ഓവർ ഫസ്റ്റ് ചെയിനിലോട്ട് കടത്തിയെടുക്കുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്സ് കാണാം. യാൺ ഓവർ ഈ 3 ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുക. ഈ സെയിം സ്പേസിൽ തന്നെ 1 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മൾ ഫസ്റ്റ് ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, അതായത് നമ്മുടെ ഇൻക്രീസ് 1 കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങോട്ട് 10 ചെയിൻസിലോട്ട് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇൻക്രീസ് ഇല്ല കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, നെക്സ്റ്റ് വണ്ണിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ 2, ഹാഫ് ഡബിൾ ക്രോഷ്യ 3, 4 5 6 7 8 9 and 10. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ലാസ്റ്റ് 1 മോർ ചെയിൻ ഉണ്ട്. ഇതിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. സെയിം സ്പേസിൽ തന്നെ 6 എണ്ണം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ 2, ഹാഫ് ഡബിൾ ക്രോഷ്യ 3, 4 5 and 6. ഇനി നമ്മുടെ വർക്ക് ഇപ്പോൾ ടേൺ ആയി വന്നത് കാണാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഫസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 10 സ്റ്റിച്ചസിൽ ചെയ്തെടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 and 10. ഇനി ഇവിടെ 1 മോർ സ്റ്റിച്ച് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് അതിലോട്ട് 2 എണ്ണം കൂടി 2 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ 1 മോർ. അപ്പോൾ നമ്മുടെ റൗണ്ട് 1 ഫിനിഷായി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്കിപ്പ് ചെയ്തൊരു ചെയിൻ ഉണ്ടായിരുന്നല്ലോ. സ്കിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലോട്ട് ചെയ്ത്, അപ്പോൾ ആ വളഞ്ഞു വന്ന ചെയിൻ അതിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ നമ്മുടെ റൗണ്ട് 1 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 2 ചെയിൻ 1. ഫസ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിലും ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2. ഇനി ഇവിടെ നിങ്ങോട്ട് നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. 1 2
3 4 5 6 7 8 9 10. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ ഇൻക്രീസ് ആണ്. അത് നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യണേ. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു പാർട്ട് കുറച്ചും കൂടി വീതിയിൽ, ഫിംഗേഴ്സ് വരുന്ന പാർട്ടാണ്. വീതിയിൽ വരാൻ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷി ചെയ്യും. ഫസ്റ്റ് വണ്ണിൽ ഡബിൾ ക്രോഷിയെ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷി. അപ്പോൾ 1 കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷി 1, ഡബിൾ ക്രോഷി 2. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. ഡബിൾ ക്രോഷി 1, ഡബിൾ ക്രോഷി 2. ഇപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. 4th വണ്ണിൽ ഡബിൾ ക്രോഷി ഇൻക്രീസ്. 5th വണ്ണിൽ ഡബിൾ ക്രോഷി ഇൻക്രീസ്. ആൻഡ് 6th വണ്ണിൽ ഡബിൾ ക്രോഷി ഇൻക്രീസ്. 6 ടൈംസ് ചെയ്താൽ മതി കേട്ടോ. ഇനി അഗെയിൻ ഇവിടെ നിങ്ങോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ സ്റ്റിച്ചസിൽ ഹാഫ് ഡബിൾ ക്രോഷി, തെറ്റിപ്പോകരുത്. ഇനി ഹാഫ് ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷി 1, ഹാഫ് ഡബിൾ ക്രോഷി 2, ഇൻക്രീസ് ഇല്ല. 3 4 5 6 7 8 9 and 10. 10 സ്റ്റിച്ചസിൽ ചെയ്തെടുത്തു. ഇനി ബാക്കി 2 എണ്ണമാണുള്ളത്. അതിൽ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ ഹാഫ് ഡബിൾ ക്രോഷി ഇൻക്രീസ്. സെക്കൻഡ് വണ്ണിലും ഹാഫ് ഡബിൾ ക്രോഷി ഇൻക്രീസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ചെയിൻ 1 ഉണ്ടല്ലോ, അതിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 3 ചെയിൻ 1. ഫസ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷി. സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷി 1 ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷി 2. തേർഡ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷി. ഫോർത്ത് വൺ അഗെയിൻ ഇൻക്രീസ്. ഇവിടെ നിങ്ങോട്ട് 10 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷി. ഹാഫ് ഡബിൾ ക്രോഷി 1 2 3 4 5 6 7 8 9 and 10. ഇനി നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓൾവേസ് ഡബിൾ ക്രോഷി. ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷി. സെക്കൻഡ് വൺ ഇൻക്രീസ് ഡബിൾ ക്രോഷി 1 ആൻഡ് ഡബിൾ ക്രോഷി 2. ഇവിടെ തെറ്റിപ്പോകരുത്, നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സെറ്റ്, ഇതിപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. 1 ഡബിൾ ക്രോഷി 1 ഇൻക്രീസ്. അങ്ങനെ ടോട്ടൽ 6 സെറ്റ് ചെയ്യണം. ഇപ്പോൾ 1 കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് 1 ഡബിൾ ക്രോഷി 1 ഇൻക്രീസ്. സെക്കൻഡ് സെറ്റ് കഴിഞ്ഞു. തേർഡ് 1 ഡബിൾ ക്രോഷി ആൻഡ് 1 ഡബിൾ ക്രോഷി ഇൻക്രീസ്. ഫോർത്ത് സെറ്റ് 1 ഡബിൾ ക്രോഷി 1 ഡബിൾ ക്രോഷി ഇൻക്രീസ്. ഫിഫ്ത്ത് സെറ്റ് 1 ഡബിൾ ക്രോഷി 1 ഡബിൾ ക്രോഷി ഇൻക്രീസ്. ആൻഡ് ലാസ്റ്റ് സിക്സ്ത് സെറ്റ് 1 ഡബിൾ ക്രോഷി ആൻഡ് 1 ഡബിൾ ക്രോഷി ഇൻക്രീസ്. ഇപ്പോൾ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ അവിടുത്തെ ഇൻക്രീസ് പാർട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങോട്ട് അഗെയിൻ 10 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷി. ഹാഫ് ഡബിൾ ക്രോഷി 1 2 3 4 5 6 7 8 9 10. ഈ റിമൈനിങ് 4 സ്റ്റിച്ചസ് ആണുള്ളത്. അതിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഫസ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷി. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്.
നെക്സ്റ്റ് വണ്ണിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. നമുക്ക് ചെയിൻ വണ്ണിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോൾ പാർട്ട് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡായി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സോൾ പാർട്ട് 4.5 ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. 9 to 12 monthsന് ഈ ഒരു സൈസ് കറക്റ്റായിരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് തയ്ച്ചു പോകണം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. മുകളിലോട്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മളിതിൻ്റെ ബാക്കി കൂടെ ഇങ്ങനെ ബാക്കി കൂടെ എടുക്കുക. ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ. നമ്മുടെ ക്രോഷ്യ കണ്ടോ ഇങ്ങനെയായിട്ടുണ്ട്. yarn over സിംഗിൾ ക്രോഷ്യ കേട്ടോ. ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട് വേറെ ഇൻക്രീസ് ഒന്നുമില്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. അപ്പോഴാണ് നമ്മുടെ ഷൂവിന് ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അതിനാണ് ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ തീരെ പറ്റുന്നില്ല, ഈ ഒരു സ്റ്റിച്ച് ഇച്ചിരി ഒരു പാടാണ് തുടക്കക്കാർക്ക്. അപ്പോൾ ജസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല. ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്താലാണ് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഫുൾ സോൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡ് വരെ ചെയ്തെടുത്തു. ഓരോ സ്റ്റിച്ചസിലും ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ. നമുക്ക് ഈ ഒരു ചെയിൻ 1 സ്പേസിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഈ ഒരു റൗണ്ടിൽ ഡിക്രീസ് ഇല്ല കേട്ടോ, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ ഫുൾ റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുൾ റൗണ്ട് ഇവിടെ വരെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് ചെയിൻ 2ലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. ഇനി 2 more റൗണ്ട് ഈ ഒരു പിങ്ക് കളർ ചെയ്യാനുള്ളതുണ്ട്. അത് ഡിക്രീസ് ആണ്. ഈ ഫ്രണ്ട് പാർട്ട് എത്തുമ്പോൾ നമ്മൾ ഡിക്രീസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചെയിൻ 2 ഫസ്റ്റ് 14 സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. 1 2 3 4 5 6 7 8 9 10 11 12 13 and 14. ഇനി നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവാണ്. ഡിക്രീസ് ചെയ്യാനായിട്ട് 7 സെറ്റായിട്ട് ചെയ്യണം. ഫസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഡിക്രീസ് ആണ്. ഡബിൾ ക്രോഷ്യ ഡിക്രീസ്, yarn over ഫസ്റ്റ് 2 ലൂപ്സിൽ കൂടെ കടത്തിയെടുക്കാം. ഇനി 2 more ലൂപ്സ് ഉണ്ട്, അതിപ്പോൾ ക്ലോസ് ചെയ്യരുത്. അഗെയിൻ yarn over നെക്സ്റ്റ് സ്റ്റിച്ചിൽ നേരത്തെ ഇതാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വണ്ണിലോട്ട് yarn over ഫസ്റ്റ് 2 ലൂപ്സിൽ അഗെയിൻ കടത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ലൂപ്സ് കാണാം. yarn over ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. സെക്കൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. തേർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ,
നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. ഫോർത്ത് സെറ്റ് 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. ഫിഫ്ത്ത് സെറ്റ് 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. സിക്സ്ത് സെറ്റ് 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. സെവൻത് സെറ്റ് 1 ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഡബിൾ ക്രോഷ്യ ഡിക്രീസ്. അപ്പോൾ നമ്മുടെ ഡിക്രീസ് പാർട്ട് കഴിഞ്ഞു ഈ ഒരു റൗണ്ടിൽ. ഇനി ഇവിടെ നിങ്ങോട്ട് ബാക്കിയുള്ള സ്റ്റിച്ചസിൽ ഓരോ ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 10 11 12 13 ആൻഡ് 14. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെക്കൻഡ് ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നമ്മുടെ ഡിക്രീസ് റൗണ്ടിൽ 1 മോർ റൗണ്ടും കൂടി ഡിക്രീസ് ചെയ്യണം. ചെയിൻ 1 മതി കേട്ടോ. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 13 സ്റ്റിച്ചസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. 1 2 3 4 5 6 7 8 9 10 11 12 ആൻഡ് 13 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോയി. ഇനി അഗെയിൻ ഡിക്രീസ് ആണ്. 7 ടൈംസ് നമുക്ക് ഡിക്രീസ് ചെയ്യണം. ഡബിൾ ക്രോഷ്യ ടുഗദർ 1 ഡബിൾ ക്രോഷ്യ ടുഗദർ 2 ഡബിൾ ക്രോഷ്യ ടുഗദർ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ 4 ഡബിൾ ക്രോഷ്യ ടുഗദർ 5 ഡബിൾ ക്രോഷ്യ ടുഗദർ 6 ആൻഡ് ഡബിൾ ക്രോഷ്യ ടുഗദർ 7. അപ്പോൾ നമ്മുടെ ഡിക്രീസ് കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങോട്ട് ബാക്കിയുള്ള സ്റ്റിച്ചസിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഹാഫ് ഡബിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നമുക്ക് ഈ ഒരു ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇതിന് നമ്മുടെ യാൺ കണക്ട് ചെയ്യാം. ചെയിൻ 1. ഇവിടെ നിങ്ങോട്ട് നമുക്ക് 11 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. 1 2 3 4 5 6 7 8 9 10 ആൻഡ് 11. നമ്മളിത് റൈറ്റ് സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ഇതിൻ്റെ ടൈ ചെയ്യുന്ന പാർട്ട് പോകാനായിട്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാനായിട്ട് 15 ചെയിൻസ് ചെയ്യാം. 1 2 3 4 5
6 7 8 9 10 11 12 13 14 15. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് നാലാമത്തേലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യാം. അപ്പോൾ ഇതൊരു ഹോൾ സ്പേസായി. ഇതിന് നമുക്ക് ബട്ടൺ ഇടാനായിട്ട് ആവശ്യമുണ്ട്. ഈ ഒരു ഹോൾ സ്പേസ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്നൊട്ട് ഇവിടെ വരെ ഓരോ ചെയിൻസിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷി ചെയ്തു പോവാം. ഹാഫ് ഡബിൾ ക്രോഷി 1 2 3 4 5 6 7 8 9 10 11. ഇനി തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇപ്പോൾ നമ്മുടെ ടൈ ചെയ്യുന്ന പാർട്ട് ഫിനിഷായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷി അങ്ങ് ചെയ്തു പോവാം. ഇനി വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിന്നൊട്ട് ഇവിടെ വരെ ഈ ഒരു എൻഡ് വരെ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷി. ഞാനിപ്പോൾ ഫുൾ ചെയ്തെടുത്തു. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ എക്സ്ട്രാ വരുന്ന യാൺ ഇതുപോലെ കടത്തി കൊടുത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ബൂട്ടീസ് ഫിനിഷ്ഡായി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ ചെയ്യാൻ കണക്ട് ചെയ്യാം. ചെയിൻ 1. ഇനി നമുക്ക് നെക്സ്റ്റ് 22 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷി അങ്ങ് ചെയ്തു പോവാം. 22 ഓൾമോസ്റ്റ് ഇവിടെ വരെ എത്തും. ഈ ഒരു ഷൂവിൻ്റെ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയി ഇവിടെ വരെ എത്തും. 22 സിംഗിൾ ക്രോഷിയെ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വരെ എത്തി. 22 കഴിഞ്ഞു. ഇനി അഗെയിൻ ചെയിൻ 15 6 7 8 9 10 11 12 13 14 15. ഇനി ഇവിടെ നിന്നോട്ട് ഇങ്ങോട്ട് ചെയിൻ 4ലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ബാക്കി റിമൈനിങ് ചെയിൻസിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു പോവാം. ലാസ്റ്റ് വൺ. ഇനി തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി ബാക്കി വരുന്ന സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഫിനിഷ് ചെയ്യാം. Nine and last one 10. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫിനിഷായി. ഇനി നമുക്കിതും ഇതുപോലെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം.
ഫ്ലവർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ഇടാം. ഇതിൻ്റെ അടിയിൽ കൂടെ വലിച്ചെടുക്കുക. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ 12 ടൈംസ് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 and 12. ഇത് പതുക്കെ വലിക്കുക. ഇത് ക്ലോസ്ഡ് ആവും. ചെയിൻ 1 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നമുക്ക് നെക്സ്റ്റ് വൈറ്റ് കളർ ചെയ്യാണ് എടുക്കാം. അറ്റാച്ച് ചെയ്യാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് ഡബിൾ ക്രോഷ്യ 1. ഇതെല്ലാം ഒരു സെയിം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ 2. ഈ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ചെയിൻ 1, സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ചെയിൻ 1, സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ 3 പെറ്റൽസായി. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 3 മോർ പെറ്റൽസ് ചെയ്തെടുക്കാം. സെയിം തന്നെ ഞാനിപ്പോൾ 3 മോർ പെറ്റൽസ് ചെയ്തെടുത്തു. ഇപ്പോൾ ടോട്ടൽ 6 പെറ്റൽസായി. തൊട്ടപ്പുറത്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഫിനിഷ് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1 മോർ ഫ്ലവർ ചെയ്തെടുക്കാം. സെയിം തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ബീഡ്സ് ഞാൻ ജസ്റ്റ് ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്ന കേട്ടോ. ഇതുപോലെ. അപ്പം നമ്മുടെ വർക്ക് ഫിനിഷായി. ഇത് ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബട്ടൺസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. See you in next video. Bye bye.